വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. വിന്നേഴ്സ് അക്കാഡമി ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഏപ്രിൽ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതിയ NIOS +2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് 2 ദിവസം മുമ്പ് പബ്ലിഷ് ആയിട്ടുണ്ട്. റിസൾട്ടുമായി പല ആളുകൾക്ക് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. പല ആളുകളും കോൾ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങളുടെ റിസൾട്ട് ഷീറ്റിൽ കാണുന്ന P എന്നുള്ളതാണെങ്കിൽ പാസ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. SYC എന്നുള്ളതാണെങ്കിൽ സബ്ജക്റ്റ് യെറ്റ് ടു ബി ക്ലിയർഡ് എന്നാണ്. അതായത് ഈ സബ്ജക്റ്റിൽ നിങ്ങൾ കുറച്ചും കൂടെ മാർക്ക് വാങ്ങേണ്ട ആവശ്യമായിട്ടുണ്ട്, അതായത് ഫൈൽഡ് ആണ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് 2026 ഒക്ടോബറിൽ തന്നെ ആ ഒരു എക്സാമിനേഷൻ എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇപ്രാവശ്യം ഏതെങ്കിലും സബ്ജക്റ്റുകൾ മാർക്ക് കുറഞ്ഞു പോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇനിയും അവരുടെ വിജയ ശതമാനം പെർസെൻറ്റേജ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും ഈ ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത ഒക്ടോബറിലെ എക്സാമിനേഷൻ ഫീ അടച്ച് അവർക്ക് ആ ഒരു സബ്ജക്റ്റ് ഏതാണോ മാർക്ക് കൂട്ടേണ്ടത് ആ ഒരു സബ്ജക്റ്റിന്റെ ഫീ അടച്ച് അവർക്ക് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. ഫെയിൽഡായ ആളുകൾക്കും എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അവർക്കും ഈ ഒരു ഫീ അടക്കാൻ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കുന്ന ടൈമിൽ നിങ്ങൾ എക്സാം ഫീ അടച്ച് ആ ഒരു സബ്ജക്റ്റിൽ ഒന്നും കൂടെ കൂടുതൽ ബെറ്റർ ആയിട്ട് നോക്കിയിട്ട് കൂടുതൽ മാർക്കുകൾ വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് മാത്രം എക്സാമിനേഷൻ എഴുതി പാസ്സാവാം. മറ്റൊന്ന്, ഈ പ്രാവശ്യം വന്ന റിസൾട്ടിൽ ചില ആളുകൾക്ക് TMA അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്ത് അതിന്റെ മാർക്ക് പബ്ലിഷായി. പക്ഷെ നിങ്ങളുടെ റിസൾട്ട് ഷീറ്റ് വന്നപ്പോൾ അതിൽ TMA അസൈൻമെന്റിന്റെ മാർക്ക് വന്നിട്ടില്ല. പല ആളുകൾക്കും മെയിൻ എക്സാം ആകുന്ന തിയറി എക്സാമിൽ 26-27 മാർക്ക് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അസൈൻമെന്റിന്റെ മാർക്ക് 20 മാർക്കിൽ അതിലൊരു 6-7 മാർക്ക് അസൈൻമെന്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ പാസ്സാവാൻ വേണ്ട 33 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ TMAയുടെ മാർക്ക് എഴുതി സബ്മിറ്റ് ചെയ്ത് അത് കിട്ടാത്ത ആളുകൾക്ക് ഞാൻ താഴെ പറയുന്ന രീതിയിൽ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്കും കൂടെ ഇതിൽ ആഡായി നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നതാണ്. ഓക്കെ, മറ്റു കാര്യങ്ങളും ഞാൻ താഴെ പറയുന്നുണ്ട്, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റീവാലുവേഷന് കൊടുക്കേണ്ട പേപ്പേഴ്സ് അവർക്ക് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ, അതുപോലെ റീചെക്ക് എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അത് എന്താണ് എന്നുള്ളത് രണ്ടും കൂടെ ഞാൻ വിശദമായിട്ട് ഞാൻ താഴെ പറഞ്ഞുതരാം. റിസൾട്ട് കറക്ഷൻസുമായി NIOS ഇറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ പറയുന്ന 4 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് റിസൾട്ട് കറക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഫസ്റ്റ്, പ്രാക്ടിക്കൽ മാർക്ക്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റിസൾട്ട്. റിസൾട്ട് ഷീറ്റിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്ക് വന്നിട്ടില്ല. പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയതിനു ശേഷം അതിന്റെ മാർക്ക് പബ്ലിഷ് ആയിട്ടില്ല എങ്കിൽ, റിസൾട്ട് ഷീറ്റിൽ വന്നിട്ടില്ല എങ്കിൽ അതിന് നിങ്ങൾ കറക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. രണ്ടാമത്, TMA മാർക്ക്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റിസൾട്ട്. റിസൾട്ടിൽ TMA അസൈൻമെന്റ് മാർക്ക് വന്നിട്ടില്ല. TMA അസൈൻമെന്റ് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്ത് ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ഇനി ചെക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു TMA റിസൾട്ട് അത് ഈ ഒരു മെയിൻ റിസൾട്ട് ഷീറ്റിൽ നിങ്ങളുടെ മെയിൻ എക്സാമിന്റെ കൂടെ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത്, TOC മാർക്ക്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റിസൾട്ട്. റിസൾട്ടിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത, അതായത് കഴിഞ്ഞ +2 അതല്ലെങ്കിൽ SSLCയിൽ നിങ്ങൾ ഏതെങ്കിലും ബോർഡിൽ പാസ്സായി 2 സബ്ജക്റ്റിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ആ ഒരു ട്രാൻസ്ഫർ ചെയ്ത സബ്ജക്റ്റിന്റെ മാർക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കറക്ഷന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നാലാമത്, മാർക്ക്ഡ് ആബ്സെന്റ് ഇൻ തിയറി എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അവിടെ നിങ്ങൾ തിയറി എക്സാമിന്റെ അവിടെ AB ആബ്സെന്റ് എന്നാണ് കാണുന്നതെങ്കിൽ അതിനും നിങ്ങൾക്ക് കറക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓരോ കറക്ഷൻസിനും അതിന്റെ പേയ്മെന്റും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോന്നിനുള്ള പേയ്മെന്റ് കൃത്യമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. 50 രൂപയാണ് ഓരോ കറക്ഷൻസ് വരുന്നത്. 50 രൂപയുടെ
പ്ലസ് ഓൺലൈൻ ചാർജ് 70 കൂടെ ഉണ്ടാവും, സൈറ്റിലെ ചാർജ്. അങ്ങനെ 120 രൂപ ആണ് അതിന് റിസൾട്ട് കറക്ഷൻ ആയിട്ട് വരുന്നത്. നിങ്ങൾ പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് തന്നെ ഓരോന്നും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കറക്ഷൻസ് ഉള്ളത്. മറ്റൊന്ന് റിസൾട്ട് റീവാലുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. അത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, അത് 2 ദിവസം കൊണ്ട് ഓപ്പൺ ആവുന്നതാണ്. ആർക്കെങ്കിലും റീവാലുവേഷൻ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുക. അതിന് നല്ലൊരു ഫീസും വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റീചെക്ക് എന്ന് വേറൊരു ഓപ്ഷൻസും കൂടെ ഉണ്ട്. റീചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവാലുവേഷന് ഫുള്ളായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാതും കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. റീചെക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏതെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്പർ അടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റ് മാർക്കൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റീചെക്ക് എന്നുള്ള ഓപ്ഷന്. അതിന് ഫീ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അതിന്റെ പോർട്ടൽ ഓപ്പൺ അല്ലാത്തത് കൊണ്ട് എത്രയും നല്ല കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണലി കോണ്ടാക്ട് ചെയ്താൽ അതും കൂടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് അറിയിക്കാനുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ആർക്കെങ്കിലും കറക്ഷൻസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് അത് ക്ലിയർ വരുത്താം. ഓക്കെ, താങ്ക് യു.